ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ രാവിലത്തെ പണികൾ തുടങ്ങി കേട്ടോ. തലേദിവസം കഴുകി വെച്ചിട്ട് പോയ പാത്രങ്ങളൊക്കെ എടുത്ത് സ്ഥാനത്ത് വെക്കുകയാണേ. അപ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണൊന്ന് വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിൽ ഒരു സന്തോഷമാണല്ലോ. നമ്മുടെ കുട്ടിക്കറുമ്പി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അഹാനമോൾ സ്കൂളിൽ പോയേക്കുവാണ്, ചേട്ടായി ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഞാനിതേ രാവിലെ കുറച്ച് ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. ഉച്ചക്കത്തേക്ക് വലിയ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ചേട്ടായി ഉള്ളപ്പോഴേ ഉള്ളൂ നമുക്ക് വലിയ കുറച്ച് കൂടുതൽ കറിയൊക്കെ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ. പിള്ളേർ അങ്ങനെ അധികം കറികളൊന്നും കൂട്ടി കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. വെണ്ടയ്ക്ക കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം പിള്ളേർക്ക് അഹാനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയൽ. കുറച്ച് തീയൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഞാൻ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. സവോള ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ സവോള ഇട്ട് കൊടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നല്ലതായിട്ട് മുരിയുന്ന സമയത്തേക്ക് ഈ സവോള ആകെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കുറച്ച് വേവായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സവോള നമുക്ക് പാകത്തിന് കിട്ടും. ഈ സമയത്തേക്ക് നാളെ തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് 2-3 ദിവസം ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ 2-3 കറികൾ വെച്ച് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ഫ്രീസറിൽ നിന്ന് ഞാൻ എല്ലാ സാധനവും എടുത്ത് പുറത്ത് വെക്കുക. കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു ഫ്രോസൺ ചെയ്തത്, അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ, കാരണം പാവയ്ക്ക തീയൽ വെക്കാൻ വേണ്ടി, തീയലോ എന്തെങ്കിലും കറിയൊന്ന് വെക്കാൻ വേണ്ടി പുറത്ത് വെച്ചു. ഇത് ലിവറാണ് കേട്ടോ. അപ്പോൾ ലിവർ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ 2-3 ദിവസത്തേക്ക് ഇരിക്കുമല്ലോ. അതുപോലെ ചിക്കൻ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് അതും വെള്ളത്തിലിട്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ മെയിൻ പണികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊന്ന് പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ വൃത്തിയാക്കിയിടുവാണേ. അതാകുമ്പോൾ ഒത്തിരി മെസ്സിയായിട്ട് കിടക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് അടുക്കള ഒക്കെ ഒന്ന് എന്താ പറയുക, നമ്മുടെ അടുപ്പിൻ്റെ സൈഡും പാതകമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി പെറുക്കി വെക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മെഴുക്കുവരട്ടി അടുപ്പിലിരിപ്പുണ്ട്. പകുതി ഒന്ന് വണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചെറിയ തീയിലിരുന്നിട്ട് ചെറുതായിട്ട് വഴറ്റി ഒന്ന് എടുക്കണം. പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കും അതെ, വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ വെണ്ടയ്ക്ക? എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിനകത്താണെങ്കിലും വെണ്ടയ്ക്ക കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നൊരു മുട്ട പൊരിക്കുകയാണേ. അതായത് പെട്ടെന്ന് രാവിലെ തന്നെ എല്ലാ പണിയും ഒന്ന് കഴിഞ്ഞു വെച്ചാൽ പിന്നെ വൈകുന്നേരത്തെ കാര്യത്തിന് വൈകുന്നേരം ഒന്ന് കയറിയാൽ മതി. 6 മണിക്ക് ശേഷം പിന്നെ അടുക്കള കയറിയാൽ മതിയല്ലോ. പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് വേണമെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപകരിക്കാമല്ലോ. അപ്പോൾ ഇത് ഞാനൊരു നമ്മുടെ ഇലയില്ലാത്തതുകൊണ്ട് ഫോയിൽ പേപ്പറിൽ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കുറച്ച് അച്ചാറും ഒരു മുട്ട പൊരിച്ചും വെച്ച് ഇങ്ങനെ ഉച്ചക്കത്തേക്ക് എനിക്ക് മുത്തിനും ഇക്കുവിനുള്ള ചോറൊന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ പരിപാടികൾ കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ പൊതിയുന്നുണ്ട് ആ മുട്ട പൊരിച്ചൊക്കെ ഇരുന്ന ഒരു ടേസ്റ്റും കിട്ടും. അഹാനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പൊതിച്ചോറ്. എനിക്കും അതേ ഭയങ്കര ഇഷ്ടമാണ്. ഇലയുണ്ടെങ്കിൽ ഒന്നും പറയണ്ടല്ലോ, നമുക്കെല്ലാവർക്കും പൊതിച്ചോറ് ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു, അടുക്കളയും വൃത്തിയായി. പിന്നെ കൊച്ചു പാവം തന്നെ ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ വന്നു കുറച്ച് നേരം അതിൻ്റെ കൂടെ കൂടി. ബാക്കിയുള്ള ഞാൻ പിന്നെ കുറച്ച് സമയം മുകളിൽ പോയി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ രാവിലെ കേട്ടോ.